نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുകയാണോ? അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക എപ്പോഴും. എല്ലാവരും സുഖമാണോ? എല്ലാവരും അതെ, നമ്മുടെ ഒരു ഇൻട്രോ ആണ്. മറ്റേതൊക്കെ ഇൻട്രോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതേപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? ഇത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാത്സ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകണം. കുറെ ആൾക്കാർ മുഖമൊക്കെ കാണും പ്രിയപ്പെട്ടത് എന്നൊക്കെ പറയും. ചെങ്ങായി ഒന്ന് വെച്ച് പോയില്ലെങ്കിൽ അങ്ങനെയാണോ? നോ ഗായ്സ്, വളരെ പ്രിയപ്പെട്ട വിഷയമാണ് മാത്സ്. ഗണിതം മധുരം എന്നാണ് പറയുന്നത്. എന്തൊരു സ്വീറ്റോ അങ്ങ് തരട്ടെ, വായിലേക്ക് ഇട്ട് തരട്ടെ. യെസ് ഗായ്സ്, ഈ ഒന്നാമത്തെ ചോദ്യം നമ്മൾ നോക്കാൻ പോവാണ്. അതിന്റെ മുന്നേ നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ, ഗോ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ് ഗായ്സ്, ഗോ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. അതേപോലെ തന്നെ തൊട്ട് താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആരോ എന്നെ വിളിക്കുന്നുണ്ടല്ലോ, പ്രിയ ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ആരോ ഒന്ന് വിളിക്കുന്നുണ്ട്. കട്ടായിക്കാൽ ഏതോ കസ്റ്റമർ കെയർ ആണ്. എടാ, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 9496544588 എന്ന് പറയുന്ന നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പിൽ ഹൈ അയക്കാം. മറ്റേ ഹൈ ഒന്ന് അയക്കണ്ട, ഇത് ടെക്സ്റ്റ് ആയിട്ടുള്ള അയക്കണ്ട. വാട്സപ്പ് കയറി ഹായ് അയച്ചാൽ അതിൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ആ ലിങ്കിൽ നിങ്ങൾക്ക് 3ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പ് കിട്ടും. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ ഇതിലെ PDF, ഇതിന്റെ വീഡിയോസ്, പിന്നെ ഒരു മെയിൻ സാധനം, ഇമ്പോർട്ടന്റ് പാർട്സ് അത് വരുന്നുണ്ട് മോനെ. അത് കണ്ടോളൂ, സെറ്റായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്തോ. യെസ് ഗൈസ്, നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയുടെ ID എന്ന് പറയുന്നത് ഷമീൽ തറോൽ എന്നാണ്. യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ആക്ടിവിറ്റി 1, ലെറ്റ്സ് മെഷർ ആൻഡ് റൈറ്റ്. നമുക്കറിയാം, മെഷർ ചെയ്ത് റൈറ്റ് ചെയ്യാനാണ്. ഇതേപോലെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. ഇല വെച്ച് മെഷർ ചെയ്യുക, സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുക, പെൻസിൽ വെച്ച് മെഷർ ചെയ്യാൻ നമുക്ക് അറിയുന്നതല്ലേ. വാട്ട് തിങ്സ് ആർ ഷോൺ ഇൻ ദ പിക്ചർ, എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്. ലീഫ് കൊടുക്കാം, പെൻസിൽ കൊടുക്കാം, ഇറേസർ കൊടുക്കാം, പെൻ കൊടുക്കുന്നു. അതേപോലെ തന്നെ ഇതെന്താണ് സാധനം, ഇതിന്റെ പേര് പറയണോ? ഷാർപ്നർ. യെസ് ഗൈസ്, വിച്ച് ഈസ് ദ ലോങ്സ്റ്റ്, ഏതാണ് ഇത് ഏറ്റവും വലുത്, നമുക്ക് എഴുതി കൊടുക്കാം. അത് പെന്നാണ്. വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് ഏതാണ്? അത് ഈ സാധനത്തിന്റെ പേര് ഷാർപ്നർ. യെസ് ഗൈസ്, ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ അറിയാം ഇല്ലേ. പിന്നെ ഇതേപോലെ തന്നെ എന്തെങ്കിലും സംഭവങ്ങൾ തന്നിട്ട് ഇത് നമ്മളോട് മെഷർ എഴുതാൻ വേണ്ടി പറയണം. നമ്മുടെ സ്കെയിൽ എടുക്കുന്നു, മെഷർ ചെയ്യുന്നു, നമ്മൾ എഴുതുന്നു ഇല്ലേ. ഇതൊക്കെ നമുക്കറിയാം. മെഷർ അല്ലേ. സ്കെയിലിന്റെ 1 മുതൽ 10 വരെയാണെങ്കിൽ എത്രയാണ്, സ്കെയിലിന്റെ 5 മുതൽ 8 വരെയാണെങ്കിൽ എത്രയാണ്, സ്കെയിലിന്റെ 10 മുതൽ 12 വരെയാണെങ്കിൽ എത്രയാണ്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാം. സ്കെയിലിന്റെ 0 മുതൽ ഇങ്ങനെ ലാസ്റ്റ് അറ്റം വരെ എത്ര ഉണ്ടാകും, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്ത് നമുക്ക് എഴുതാൻ വേണ്ടി അറിയാം. ആ ഒരു സംഭവമാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കണം, അതാണ് ഇവിടെ പഠിക്കുന്നത്. യെസ് ഗൈസ്, യെസ്, അവിടെ മെഷർ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, Appu and Ammu are playing with number cards. Find Ammu's cards that matches correctly with that Appu's. ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കണം മക്കളെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. Appu and Ammu are playing with number cards. Find Ammu's cards that matches correctly with that Appu's. അപ്പുവിന്റെ കാർഡുമായിട്ട് കറക്റ്റ് ചെയ്യുന്നത് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോക്കൂ, ഇവിടെ നമുക്കൊന്നും ചെയ്യാനുള്ള 3 into 5 എത്രയാണ്? 3 5 15. എവിടെ കൊടുക്കും? ഇവിടെ കൊടുക്കും. 8 ഇത് ഇവിടെ കൊടുക്കും. 7 7 49 ഇവിടെ കൊടുക്കും. 5 5 25 ഇവിടെ കൊടുക്കും. 4 3 12 ഇവിടെ കൊടുക്കും. യെസ് ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ ഉത്തരം വരുന്നത് അല്ലേ. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? സെറ്റ് ആണോ ഗൈസ്? സെറ്റ് ആണോ? ഇത് ഓക്കെ അല്ലേ? ഇത് സിമ്പിൾ അല്ലേ? നമ്മൾ ഇൻറ്റു ചെയ്ത് എഴുതാൻ വേണ്ടി നമുക്ക് അറിയുന്നതല്ലേ. മാച്ച് ചെയ്യാൻ വേണ്ടി പറയാണ്, നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി, അതിൽ തന്നെ B ക്വസ്റ്റ്യൻ ഉണ്ടടാ. B ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ. കളർ ദ പെറ്റൽസ് ദാറ്റ് മാച്ചസ് വിത്ത് ദ നമ്പർ അറ്റ് ദ സെന്റർ. ഓക്കെ റെഡി. ഇവിടെ 24 എന്ന് കൊടുത്തിട്ടുണ്ട്. 24. ഇപ്പൊ 24 വരുന്നത് ഏതാണ് നോക്കുക. 7 4 24, 6 4 24, 8 2 24. അല്ല, 8 2 24 വരില്ല, ഇത് തെറ്റാ. 8 2 24 വരുള്ളൂ. പിന്നെ എത്രയാ വരിക? 8 3 24 അല്ലേ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യൂടെ 12 2 24 അങ്ങനെ തന്നെയല്ലേ. നോക്കൂ, 8 3 24, 6 4 24, 12 2 24. ഏതോ ഒന്ന് തെറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. 7 4 24 അല്ല, 7 4 24 അല്ല ഗൈസ്. യെസ് ഗൈസ്, ഇങ്ങനെയാണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്. ആ 24 വരുന്നത് ഏതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്തു? മാച്ച് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ ഹൗ മെനി ഇൻ ടോട്ടൽ എന്ന് കൊടുത്തിട്ട് 1 egg കോസ്റ്റ് 8 കൊടുത്തിട്ടുണ്ട്. ഒരു എഗ്ഗിന്റെ കോസ്റ്റ് 8 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ടോട്ടൽ എഗ് 1 2 3 4 5 6 8 into 6 8 into 6 അങ്ങനെയാണ് നമ്മൾ അതിന്റെ കോസ്റ്റ് കാണുന്നത്.
അതേപോലെ തന്നെ ഇവിടെ ഒരു പേരക്കന്റെ വില 9 ആണ്. അപ്പോൾ 1 2 3 4 പേരക്കയുടെ വില 9 into 4 അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടുന്നത്. നോക്കൂ ഗായ്സ് അല്ലേ, ടോട്ടൽ പ്രൈസ് ഓഫ് 6x 6 into 8 48 rupee. ടോട്ടൽ പ്രൈസ് ഓഫ് 4 was 4 into 9 36 rupee. ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ആൻസർ വരുന്നത്. യെസ് ഗൈസ്, ഓക്കെ ആണോ? സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇത് ഒരു സാധനത്തിന്റെ വില നമുക്ക് തന്നു, എന്നിട്ട് 5 സാധനത്തിന്റെ വില എത്രയാണെന്ന് കാണണമെങ്കിൽ ആ ഒന്നിന്റെ വിലനെ കൊണ്ട് 5നെ നമ്മൾ ഗുണിച്ചു നോക്കുന്നു. എന്ത് സിമ്പിളാ അല്ലേ? ആണ്. അത് കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ആക്ടിവിറ്റി 3. Find the time when Kichu reached the school. ഈ ഒരു ടൈം എത്രയാന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കത് എഴുതി കൊടുക്കാം. 9:30 ആണ് അല്ലേ? 9 10ന്റെ അടുത്ത് എത്തിയിട്ടില്ല. അപ്പൊ എത്രയാ? 9:30 ആണ്. Kichu had a story competition. The starting and ending times are shown in the clock. Starting time 10:30, ending time 11:45. Time taken for the competition. എത്ര ടൈം എടുക്കും? അപ്പൊ 10:30 മുതൽ 11:30 വരെ എത്രയാണ്? 1 hour ആണ്. പിന്നെ 45 1.15 hours അല്ലേ? 1.25 മണിക്കൂർ അല്ലേ? അങ്ങനെയല്ലേ വരിക? 10:30 മുതൽ 11:30 വരെ 1 മണിക്കൂർ. പിന്നെ എത്രയാ? 10:30 കഴിഞ്ഞിട്ട് 45ലേക്ക് 15 മിനിറ്റ് കൂടി കൂട്ടിയാൽ പോരെ? അപ്പോൾ എത്രയാ? 1.15 hours എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നു. യെസ് ഗൈസ്, അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോവാണ് അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ചോദ്യമല്ല. കിച്ചു റീച്ച്ഡ് ഹോം 4:45. 4:45നെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4:45നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സെറ്റ് ആണോ? റെഡി ആണോ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 4 ആണ്. ആക്ടിവിറ്റി 4 നോക്കൂ. ഒരു കലണ്ടർ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഇത് കറക്റ്റ് നോക്കിയിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. എത്രയാ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 and 31. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ നമ്മൾ അത് ഫിൽ ചെയ്ത് കൊടുക്കുക. വിച്ച് ഡേ ഈസ് ദ ഫസ്റ്റ് ഡേറ്റ് ഇൻ ദ കലണ്ടർ? വിച്ച് ഡേ ആണത്? സൺഡേ ആണ്. നമ്മൾ എഴുതി കൊടുക്കും അത് ഏതാണ്? സൺഡേ ആണ്. ഹൗ മെനി വെനസ്ഡേ ആർ ഇൻ ദ മന്ത്? എത്ര വെനസ്ഡേ ഉണ്ട്? നമുക്ക് ഇവിടെ വെനസ്ഡേ 1 2 3 4 ആണ്. ഇനി വിച്ച് ഡേ ഈസ് ദ ഫസ്റ്റ് ഡേറ്റ് ഓഫ് ദ നെക്സ്റ്റ് മന്ത്? അപ്പൊ ഇവിടെ ലാസ്റ്റ് ഏതാ ഡേറ്റ്? 31. അതേതാ? ട്യൂസ്ഡേ ആണ്. അപ്പോ അടുത്ത 1 ഡിസംബർ ജനുവരി 1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതാ ഈ വെനസ്ഡേ ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം അത് ഏതാണ്? വെനസ്ഡേ ആണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഇനി ആർട്സ് ഫെസ്റ്റിവൽ ഈസ് ഫ്രം ഡിസംബർ 11 മുതൽ 22 വരെ എന്താണ്? ആർട്സ് ഫെസ്റ്റിവൽ ആണ്. അപ്പോ എത്ര ഡേ ഉണ്ട്? അപ്പൊ നോക്കാം. 1 ഇതിപ്പോ 11 കൂട്ടിയുണ്ട്. 1 2 3 4 5 6 7 8 9 10 11 12 ഡേയ്സ്. എത്ര ഡേയ്സ് ആണ്? 12 ഡേയ്സ്. 11 മുതൽ 22 വരെ എന്ന് പറയുമ്പോൾ ഇതും കൂട്ടണം 22ഉം കൂട്ടണം, 11ഉം കൂട്ടണം 22ഉം കൂട്ടണം. അങ്ങനെ 12 ഡേയ്സ് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം ഗൈസ്. ഒരു കലണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. എ പാർട്ട് ഓഫ് കലണ്ടർ ഈസ് ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ദ ഡേറ്റ്. വേഗം എഴുതി കൊടുക്കുക. 23 കിട്ടിയ ഇവിടെ 24, ഇവിടെ എത്രയാ വരിക? 22. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ഡേറ്റ്. ഇനി ഇതിന്ന് 7 കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് 7 കുറയ്ക്കുക. ഇവിടെ -7 കുറയ്ക്കുക, ഇവിടെ +7. അതായിരിക്കും അതിൻ്റെ. ഇത് എത്രയാ? ഇവിടെ 30 വരും. നോക്കൂ, ഉത്തരം നോക്കൂ. ഇവിടെ 30 വരും. ഇവിടെ എത്ര വരും? ഇവിടെ 16 വരും. 7 കുറയ്ക്കുന്നു, 7 കൂട്ടുന്നു. അതാണ് മുകളിലത്തെയും താഴത്തെയും തമ്മിലുള്ള ആ ഒരു കള്ളികളുടെ വ്യത്യാസം. എത്രയാ? 7 ആയിരിക്കും വരിക അല്ലേ? 7 ആയിരിക്കും. അപ്പൊ അതാണ് അത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇതെന്താണ് മക്കളെ? ഇത് നോക്കൂ. ഇവിടെ 400 കൊടുത്തു, 300 കൊടുത്തു, 900 കിട്ടണം. 4 3 5 6 700 ആണ്. 700. അപ്പൊ 900ലേക്ക് ഇനി എത്ര ബാക്കിയുണ്ട്? 800 900 200 കൂടെ ബാക്കിയുണ്ട്. 200 ഇവിടെ എഴുതി കൊടുക്കുന്നു. ഇവിടെ 5 3 എത്രയാണ്? 800 ആണ്. അപ്പൊ 900ലേക്ക് 100 ബാക്കിയുണ്ട്. 100 എഴുതി കൊടുക്കുന്നു. ഇങ്ങനെയാണ്. ഇവിടെ 900 ആണ് കിട്ടേണ്ടത്. 900 കിട്ടാൻ എത്രയും കൂടെ കൂട്ടണം. 400 300 200 500 300 100. നോക്കുക, നമുക്ക് സെറ്റ് അല്ലേ? സെറ്റ് ആണ്. യെസ് ഗൈസ്. ഇനി അടുത്തത് ഇത് 80 കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 20 എഴുതി കൊടുക്കുക. 80 കിട്ടാൻ വേണ്ടിയതാ. ഇവിടെ 20 എഴുതി. ഇവിടെ 20 × 4 80, 80 × 1 ഇവിടെയോ 5 × 16 40 × 2 8 × 10. ഇങ്ങനെ 80 കിട്ടാൻ വേണ്ടിയിട്ടാണ്. 80ന്റെ ഡിഫറെന്റ് വേവ്സ് ആണ്. ഡിഫറെന്റ് വേയ്സിൽ 80നെ നമുക്ക് എങ്ങനെ കിട്ടൂ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്.
സിമ്പിൾ സിമ്പിൾ അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൊടുത്തൂടെ? ഇല്ലേ? ഇതാ ഇവിടെ എഴുതിയത് 20 into 4, 8 into 1, 5 into 16, 40 into 2, 8 into 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്ത പോലെ തന്നെ 961 178 ഇവിടെ ഉണ്ട് അല്ലേ? 961ലേക്ക് എത്രയും കൂടെ ആഡ് ചെയ്യണം നോക്കാം. ഇവിടെ ഒരു 961, ഇവിടെ 435 210 ഇവിടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? 435 പ്ലസ് 210 കൂട്ടി നോക്കുക. എത്രയാണ്? 4 4 2 6 645. അപ്പൊ 961 645 എന്ത് ചെയ്യാ? നമ്മൾ കുറച്ചു നോക്കുക. അപ്പൊ ഈ ഉത്തരം നമുക്ക് അവിടെ കിട്ടും. ഒന്നാമത്തെ ഉത്തരം ഇവിടെ കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതെന്ന് കുറച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? ഈ ഉത്തരം കിട്ടാൻ നോക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി അടുത്ത് നോക്കൂ, കംപ്ലീറ്റ് ദ പാറ്റേൺ എന്ന് പറയുന്നത് 888 888 111 കിട്ടി. ഇവിടെയോ 777 722 കിട്ടി. ഇനി അടുത്ത് ഇതിന്റെ ഡിഫറെന്റ് വേസ് നമ്മൾ എന്ത് ചെയ്യുക? കണ്ടെത്തിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ കണ്ട ആൻസർ നോക്കൂ. നേരത്തെ കണ്ട ഏതാ? നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു 316 എങ്ങനെ കിട്ടും? എങ്ങനെയാണ് 316 കിട്ടിയത്? ഇതാ അല്ലേ? 961 നിന്ന് 645 കുറച്ചു. 961 നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 645 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 316 കിട്ടി. ആ 316 ആണ് ഇവിടെ നമ്മൾ എഴുതിയത് അല്ലേ? ഇനി ഇത് കിട്ടണമെങ്കിൽ എങ്ങനെയാ? 316ഉം ഈ 316 178 നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുക. 316 178 കൂട്ടുമ്പോൾ നമുക്ക് 494 എന്ന് കിട്ടും ഇല്ലേ? ഇനി 961, ഈ 961 494 എന്ത് ചെയ്യുക? നമ്മൾ കുറച്ച് നോക്കുക. 494 961 കുറച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു 467 ഇവിടെ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഉത്തരം വരുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ 999 എങ്ങനെയൊക്കെ കിട്ടുമെന്നാണ്. ഇതാണ് 5 5 5 5 4 4 4 കണ്ടോ? ഇങ്ങനെയൊക്കെ ഡിഫറെന്റ് വേസ് നമുക്ക് എന്ത് ചെയ്യാം? 999 ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ ഗൈസ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അടുത്ത ആക്ടിവിറ്റി 6ലേക്കാണ് നമ്മൾ പോകുന്നത്. അബാക്കസ്. ഫൈൻഡ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്. അപ്പൊ 100ൽ എത്ര ഉണ്ട് നോക്കുക? 100ൽ 3 എണ്ണമാണ്. പിന്നെയോ 10സിൽ 4 എണ്ണമാണ്. പിന്നെയോ 1സിലും 4 എണ്ണമാണ്. 344. അയ്യ. ഇനി അടുത്തതോ, ഈ 1 beads from 100's place is removed. അപ്പൊ ഈ എന്ത് ചെയ്തു? ഒരു സാധനം റിമൂവ് ചെയ്തു. അപ്പൊ ഒന്ന് റിമൂവ് ചെയ്താണ് 2 ആയി അല്ലേ? പിന്നെയോ ആൻഡ് പുട്ട് ഇൻ 10's place. ഇതിലേക്കാട്ടത് 10സിന്റെ പ്ലേസിലേക്കാട്ടത്. അപ്പൊ എത്രയായി? ഇവിടെ 10സിന്റെ പ്ലേസിൽ 4ന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ചേർത്ത് 5 ആയി. മറ്റേടത്ത് 4 254. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാന്ന് കാണും. 344 254 എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് നോക്കാം. 344 254 മൈനസ് ചെയ്യുമ്പോൾ 90. ഇതിന്റെ ഡിഫറൻസ് 90 ആണ്. സിമ്പിൾ ആണോ? ഇത്ര നോക്കൂ. 344 254 90. യെസ് ഗൈസ്. ഇനി അടുത്ത ചോദ്യം. അമ്മു ബോട്ട് 2 നെക്ലേസ് ഈച്ച് കോസ്റ്റ് 10 രൂപ. 2 നെക്ലേസ് വാങ്ങി എത്ര രൂപന്റെ? 10 രൂപന്റെ. 2 ബാംഗിൾസ് വാങ്ങി എത്ര രൂപന്റെ? 6 രൂപന്റെ. 2 ക്ലിപ്പ് വാങ്ങി എത്ര രൂപന്റെ? 20 രൂപന്റെ. 3 സ്ലൈഡ് വാങ്ങി എത്ര രൂപന്റെ? 15 രൂപന്റെ. അപ്പൊ ഇതിനെല്ലാം കൂടി എത്രയായിരിക്കും വില? 2 10 20, 6 2 12, 40, 3 15 എത്രയാ? 45 അല്ലേ? 3 15 45. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി നോക്കുക. 45 40 12 20 117 ആണ് മൊത്തം വില. നോക്കൂ, 117 മൊത്തം വില അല്ലേ? ഇനി അടുത്ത നോക്കൂ. ബട്ട് അശ്വതി ഹാഡ് മണി. Ashwati had money to buy only 1 necklace, 1 bangle and 1 clip. Then how much money did Ashwati spend? Ashwati had money to buy 1 necklace. 1 necklace ന്റെ പൈസ എത്രയാ? 1 necklace-ന് എത്രയാ? 10 രൂപ. പിന്നെ എന്താ വാങ്ങിയത്? 1 ബാംഗിളിന്റെ വില എത്രയാ? ബാംഗിളിന്റെ വില 6 രൂപ. പിന്നെ എന്താ വാങ്ങിയത്? 1 ക്ലിപ്പിന്റെ വില എത്രയാ? ക്ലിപ്പ് ഈച്ച് കോസ്റ്റ് ഓഫ് 20 അല്ലേ? അപ്പൊ നോക്കൂ നിങ്ങൾ, 36 രൂപ. യെസ് ഗൈസ്, ഇവിടെ എന്തോ ഒരു പ്രശ്നം പറ്റി. കോസ്റ്റ് ഓഫ് 2 നെക്ലേസ് 20 അല്ലേ? കോസ്റ്റ് ഓഫ് 2 ബാംഗിൾസ് 12, 6 2 12. നമ്മളവിടെ എന്തോ തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, അവിടെ എത്രയാ? 40, പിന്നെ എത്രയാ? 15 അല്ലേ? അപ്പൊ എത്രയാ? 87 രൂപയാണ് അവിടെ കിട്ടുന്നത്. അവിടെ എന്തോ ഒരു പ്രശ്നം നമ്മൾ കൂട്ടിയതിൽ പറ്റിയിട്ടുണ്ട്.
87 ഇവിടെ വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പൊ ഇങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ അല്ലേ? ഇപ്പോൾ നമ്മൾ അബാക്കസിന്റെ കണക്ക് നമ്മൾ ചെയ്തു, അതേപോലെ തന്നെ ഇവിടെയുള്ള കണക്കുകൾ നമ്മൾ ചെയ്തു. ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ കൂട്ടിയാൽ നമ്മൾ നേരത്തെ എഴുതി കൂട്ടിയാൽ എന്തോ ഒരു പ്രശ്നം അവിടെ പറ്റിയതാണ്. അതുകൊണ്ടാണ് ഇവിടെ 117 നമുക്ക് വന്നത്. ഇവിടെ 117 അല്ല, ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് 87 ആണ് ഗൈസ്. ഓക്കെ, യെസ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം എന്റെ മക്കള് കാണാതെ പോകരുത്. അത് കാണാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും ഗൈസ്, പ്രശ്നമായിരിക്കും. എന്റെ മക്കൾ എന്ത് ചെയ്യുക, അത് കണ്ട് സെറ്റ് ആയിട്ട് ഫുൾ മാർക്ക് എന്റെ മക്കൾ സ്കോർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് വേണ്ടി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഗോ ടു സബ്സ്ക്രൈബ് അവർ വീഡിയോ, അവർ ചാനൽ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. യെസ് ഗൈസ്, ബൈ, ടാറ്റാ.